കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിനെ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് CPM. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. CPM-ഉം CPI-യും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പര്യടനം തുടങ്ങിയപ്പോഴും ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ഇതിനെ CPM പരിഹസിക്കുമ്പോഴും മറ്റൊരു വിസ്മയത്തിന് കോൺഗ്രസ് കോപ്പുകൂട്ടി കഴിഞ്ഞു. നെന്മാറ MLA-യും CPM നേതാവുമായ K. ബാബു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. നെന്മാറ മണ്ഡലം ബാബുവിലൂടെ കോൺഗ്രസ് ഉറപ്പിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം വൈകുന്നുവെന്ന് പരിഹസിക്കുന്ന CPM-ന്റെ നെഞ്ചത്താണ് K. ബാബുവിലൂടെ കോൺഗ്രസ് റീത്ത് വെച്ചിരിക്കുന്നത്. ഇതോടെ ഒരു രസകരമായ സമവാക്യത്തിനു കൂടി കേരളം സാക്ഷ്യം വഹിക്കുന്നുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെന്മാറയിൽ LDF-ന് വേണ്ടി ജനവിധി തേടിയ ബാബു ഇക്കുറി കോൺഗ്രസിലെത്തിയപ്പോൾ അന്ന് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച AV ഗോപിനാഥ് ഇന്ന് CPM-നൊപ്പമാണ്. 5 വർഷത്തെ ഇടവേളയിലുണ്ടായ വലിയ മാറ്റമാണ് ഇടത് വലത് സ്ഥാനാർത്ഥികൾ പരസ്പരം കൂടാരമാറിയത്. അന്ന് നെന്മാറ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായ K. ബാബു 7408 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. K. ബാബു 66316 വോട്ടുകളും UDF സ്ഥാനാർത്ഥിയായി ഇന്നത്തെ CPM അനുഭാവി AV ഗോപിനാഥ് 58908 വോട്ടുകളും നേടിയിരുന്നു. ഇക്കുറി ബാബു കോൺഗ്രസിനൊപ്പം നിൽക്കുമ്പോൾ AV ഗോപിനാഥിന് പക്ഷേ സീറ്റ് CPM നൽകിയിട്ടില്ല. നെല്ലിയാമ്പതിയും പറമ്പിക്കുളവും നൽകുന്ന കുളിരും മുതലമടയുടെ ചൂടും നെന്മാറ വല്ലങ്ങി വേലയുടെ ആവേശവും എല്ലാം തുടിക്കുന്ന നെന്മാറ മണ്ഡലത്തിൽ ഇതോടെ മത്സരം കടുക്കുകയാണ്. LDF-ന് വലിയ ആത്മവിശ്വാസമുള്ള മണ്ഡലമാണ് നെന്മാറെങ്കിലും മണ്ഡല പുനർനിർണയത്തിന് മുൻപ് 2 തവണ കോൺഗ്രസിന് MLA നൽകിയ മണ്ഡലമാണിത്. അതുകൊണ്ട് തന്നെ ഇളക്കം തട്ടാത്ത ഇടതു കോട്ടയെന്ന് അവകാശപ്പെടാനുമാകില്ല. കർഷകരും സാധാരണക്കാരും അടങ്ങുന്ന ഇവിടുത്തെ വോട്ടർമാർ വികസന കാഴ്ചപ്പാടിനപ്പുറം ജീവിത പ്രശ്നങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത്. കൊല്ലങ്കോട് നിയമസഭാ മണ്ഡലം 2008 മണ്ഡലം പുനർനിർണയത്തിലാണ് നെന്മാറയായത്. അതിനുശേഷം 4ാമത്തെ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. കഴിഞ്ഞ 3 തവണയും വോട്ടർമാർ LDF-നെ തുണച്ചു. ഇത്തവണയും തുടരുമെന്ന പ്രതീക്ഷയിലാണ് LDF നിൽക്കുന്നത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF നിൽക്കുന്നത്. പുനർനിർണയത്തിന് ശേഷം നടന്ന 2011 ആദ്യ നിയമസഭാ മത്സരത്തിൽ CMP സ്ഥാപകനും കേരള രാഷ്ട്രീയത്തിലെ അതികായനുമായിരുന്ന MV രാഘവനായിരുന്നു UDF സ്ഥാനാർത്ഥി. അന്നത്തെ സിറ്റിംഗ് MLA CPM-ലെ V. ചെന്താമരാക്ഷനാണ് ജയിച്ചത്. 2016 തെരഞ്ഞെടുപ്പിൽ CPM-ലെ K. ബാബു ആദ്യമായി നിയമസഭയിലേക്ക് ജനവിധി തേടി. UDF സ്ഥാനാർത്ഥിയായി മുൻ DCC പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന AV ഗോപിനാഥ് മത്സരിച്ചെങ്കിലും 7408 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ LDF വിജയിക്കുകയായിരുന്നു. 2021 K. ബാബു തന്നെ വീണ്ടും അംഗത്തിനിറങ്ങി. ഘടകകക്ഷിയായ CMP-ക്കാണ് UDF സീറ്റ് നൽകിയത്. MVR-ന്റെ ശിഷ്യൻ CN വിജയകൃഷ്ണൻ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. NDA ടിക്കറ്റിൽ BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN അനുരാഗാണ് മത്സരിച്ചത്. വമ്പൻ മുന്നേറ്റത്തോടെ K. ബാബു തന്നെ വീണ്ടും വിജയക്കൊടി ഉയർത്തിയിട്ടുണ്ട്. 22704 ഭൂരിപക്ഷം. ആ വോട്ടിംഗ് കരുത്തിലാണ് ഇക്കുറി K. ബാബു കോൺഗ്രസിന് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും UDF-ന് കുതിപ്പുണ്ടായിട്ടും നെന്മാറയുടെ ഇടത് ചായ്വിൽ വലിയ കോട്ടം തട്ടിയിട്ടില്ലെന്നാണ് LDF-ന് ആത്മവിശ്വാസം നൽകുന്ന ഘടകം. ബാബു മറുകണ്ഠം ചാടിയാലും മണ്ഡലം പിടിക്കുമെന്ന് CPM കണക്കുകൂട്ടുന്നുണ്ട്. മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിൽ 6ഉം LDF-ആണ് ഭരിക്കുന്നത്. 4 പഞ്ചായത്തുകൾ UDF-ഉം ഭരിക്കുന്നുണ്ട്. ഇതിൽ അയിലൂർ പഞ്ചായത്ത് UDF തിരിച്ചുപിടിച്ചതാണ് അവർ വലിയ നേട്ടമായി കാണുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ LDF-ന് 11,000 വോട്ടിന്റെ ഭൂരിപക്ഷവുമുണ്ട്. ഇവയെല്ലാം LDF-ന് ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങളാണ് എന്നിരിക്കെയാണ് സിറ്റിംഗ് MLA-യെ തന്നെ കോൺഗ്രസ് സ്വന്തം പാളയത്തിൽ എത്തിച്ചിരിക്കുന്നത്.